അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയില്ലേ, നമുക്കൊരു കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ. നമുക്ക് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു മാംഗോ കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള മാംഗോ കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. ഞാനിതിലേക്ക് ഉപയോഗിക്കുന്നത് 1 കപ്പ് മൈദയാണ്. മൈദ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുമ്പോൾ എപ്പോഴും ഈ വടിച്ചിട്ട് വേണം എടുക്കാനാണ്. 1 കപ്പ് മൈദ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, അതുകൂടാതെ 1 പിഞ്ച് സാൾട്ട് ഇത്രയിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അതിലൊക്കെ ഒരു കട്ട കാണുമല്ലോ, അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നല്ലപോലെ ഒന്ന് അരിക്കുന്നത്. അപ്പോൾ നമ്മളിത് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത് മുട്ട നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 4 മുട്ടയാണ് എടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് വാനില എസൻസ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഫസ്റ്റ് മുട്ട ബീറ്റ് ചെയ്യുന്നത് 1ാമത്തെ സ്പീഡിൽ 1 മിനിറ്റ് സമയമാണ് ഇതിങ്ങനെ ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ്ട് ഒന്ന് ഫ്ലഫി ആയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനിതിലേക്ക് പഞ്ചസാര തരിതരിയുള്ള പഞ്ചസാരയാണ്, നോർമലായിട്ടുള്ള പഞ്ചസാരയാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നമ്മളിത് ബീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് നമ്മൾ സമയമെടുത്ത് ഒരു 2-3 മിനിറ്റ് സമയം നല്ലവണ്ണം ബീറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് 2-3 എന്ന ക്രമത്തിലാണ് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 2-3 മിനിറ്റാണ് ഞാനിതിനെ ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആക്കി എടുത്തത്. ഇത് നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ഇതിലേക്ക് ചേർക്കേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൺഫ്ലവർ ഓയിലും നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കണം. ബീറ്റർ വെച്ചിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പീഡ് 1 വെച്ചിട്ട് വളരെ പതുക്കെ മാത്രമേ ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിലും കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ കുറേശ്ശെ ആയിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പതിയെ 1ാമത്തെ സ്പീഡിൽ പതിയെ നമുക്ക് ഇതിലിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി 1 ടീസ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇതിനൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഞാനിവിടെ ബേക്കിംഗ് ട്രേ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് ബട്ടർ നന്നായി സൈഡ് വശത്തൊക്കെ ബട്ടർ നന്നായി പരട്ടി കൊടുത്തതാണ്. അടിയിലും ബേക്കിംഗ് പേപ്പർ ബട്ടർ പേപ്പർ ഞാനിതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാറ്ററൊക്കെ ഇതിൽ ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുന്നത്. നമുക്ക് ഞാനിവിടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 150 ഡിഗ്രിയിൽ 30-35 മിനിറ്റ് ഇതിനെ ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ്, നല്ല സ്പോഞ്ച് ആയിട്ടുള്ള നല്ലൊരു കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം മുകളിൽ പൊന്തി വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അതൊന്നിങ്ങനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ. എന്നിട്ട് നമുക്ക് ഇതിനെ 3 ലെയറായിട്ട് ഇതിനെ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ 3 ലെയറായി മുറിച്ചെടുത്ത് നമുക്ക് വേറെ പാത്രത്തിൽ ആക്കി വെക്കാം. എന്നിട്ട് നമുക്കിത് ചെയ്യേണ്ടത്, നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ്, ഞാൻ നേരത്തെ ഇവിടെ ഷുഗർ സിറപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ മാംഗോ ക്രഷ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കിയിട്ട് നമുക്കിത് നമ്മുടെ കേക്കിൻ്റെ പീസിലേക്ക് കേക്കിൻ്റെ ഓരോ ലെയറിലേക്കും നല്ലപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ ചേർക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാംഗോയുടെ ആ ഫ്ലേവർ ശരിക്കും കേക്കിലേക്ക് വരും. അതുപോലെ തന്നെ കേക്ക് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും.
അപ്പോൾ നമുക്ക് ഇതിന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത് ക്രീം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് അടുത്തത് ക്രീം തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഇതിലേക്ക് പിൽസ്ബറി ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് വിവോ അങ്ങനെ പലതരം ബ്രാൻഡുകൾ മാർക്കറ്റിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഏതാ കിട്ടുന്നതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. നമ്മൾ ഏത് ക്രീം എടുക്കുകയാണെങ്കിലും നമ്മൾ എന്തായാലും 1 കിലോയുടെ ഒരു പാക്കറ്റല്ലേ, അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ബാക്കി വരുമല്ലോ. നമുക്ക് ബാക്കിയുള്ളത് ഒന്നിക്കൽ അതിൽ തന്നെ നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ച് വെച്ച് ഫ്രീസറിൽ വയ്ക്കാം, അല്ലെങ്കിൽ എയർ ടൈറ്റുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ അടച്ച് ഫ്രീസറിൽ വയ്ക്കാം. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ്, ഇങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഐസ് ക്യൂബ്സിൻ്റെ മുകളിൽ ഈ പാത്രം അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അത് കുറച്ചും കൂടെ നല്ലതാണ്. നമുക്ക് ഒന്നത് സ്റ്റിഫായിട്ട് വരാൻ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഇങ്ങനെ ഐസ് ക്യൂബ്സ് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ക്രീം നമ്മളിപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല സ്റ്റിഫായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. ആദ്യം നമ്മൾ 1ാമത്തെ സ്പീഡിൽ 1 മിനിറ്റ് അടിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാണ്ട് ഒന്ന് സ്റ്റിഫായി വരുന്നുണ്ടെന്ന്. അപ്പോൾ 2ാമത്തെ സ്പീഡിൽ 3, 4, 5 അങ്ങനെ. അപ്പോൾ 4ാമത്തെ സ്പീഡാകുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഏതാണ്ട് ഒരു സ്റ്റിഫായി കിട്ടും. പിന്നെ നമ്മൾ 5ാമത്തെ സ്പീഡിലും അടിച്ച് നല്ലൊരു സ്റ്റിഫാക്കി ഇതിനെടുക്കണം. ഞാനിപ്പോൾ 5ാമത്തെ സ്പീഡിൽ ഒരു 20 സെക്കൻഡ് അടിക്കുമ്പോൾ തന്നെ നല്ലതായിട്ട് സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എടുക്കുമ്പോൾ നമുക്കിതിങ്ങനെ മനസ്സിലാവും. നമുക്ക് മനസ്സിലാവും. അതായത് ഈ ബീറ്റർ ഇതിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്കൊരു ബലം, ചെറുതായിട്ടൊന്ന് ബലം കൊടുക്കേണ്ടി വരും. അതാണ് അതിൻ്റെ ഒരു കണക്ക്. അല്ലെങ്കിൽ നമ്മൾ സ്പാച്ചുലർ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി നോക്കുമ്പോൾ നമുക്കത് വീഴുന്നില്ല. ആ ഒരു ഭാഗം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കിനിപ്പോൾ ഓരോ ലെയറിലേക്കും മാംഗോ ക്രഷ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ എല്ലായിടത്തും നല്ല പോലെ ഈ മാംഗോ ക്രഷ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചേർക്കേണ്ടത് ക്രീമാണ്. ക്രീം ഇതുപോലെ തന്നെ നമ്മളൊരു പേപ്പർ ബാഗിലാക്കി ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി എളുപ്പമാണ്. ഓരോ ലെയറിലും ഇതുപോലെ ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാ ലെയറിലും ഇതുപോലെ തന്നെ ക്രഷും ചേർത്ത് ക്രീമും ചേർത്ത് ഓരോ ലെയറും ഇതുപോലെ ചെയ്യുക. അപ്പോൾ അത് നമുക്ക് മുകളിലും ഇതുപോലെ അപ്ലൈ ചെയ്യുക, സൈഡിലൊക്കെ അപ്ലൈ ചെയ്ത് ഇതിനെ നന്നായിട്ടൊന്ന് ലെവലാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഈ സ്ക്രാപ്പർ കൊണ്ട് നല്ല രീതിയിൽ ഇതിനെ നല്ല പോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. സ്ക്രാപ്പറിൻ്റെ ഒരു സൈഡ് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്യാം. ഇനിയിപ്പോൾ ഇത് ഡിസൈൻ ചെയ്യേണ്ടത് നമ്മളെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്ക് അറിയാവുന്ന രീതിയിലാണ് ഞാൻ ഡിസൈൻ ചെയ്തത്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒന്നിക്കൽ ചെറി വേറി കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ട്യൂട്ടി ഫ്രൂട്ടി കിട്ടുമല്ലോ നമുക്ക് കടയിൽ, അത് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒരു വ്യത്യാസം വേണമെങ്കിൽ നമുക്കിതിൻ്റെ മുകളിലൊരു ചെറിയും കൂടെ വെച്ച് കൊടുക്കാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാംഗോ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.